നേരം വെളുത്തിട്ട് ഇതിപ്പോ മൂന്നാമത്തെ കോളാണ് നാട്ടിൽ നിന്ന് വരുന്നത്. നമ്മൾ ഇതുവരെ ഇവിടെ സേഫ് ആണ്. ഇന്ന് ജസ്റ്റ് ഒന്ന് ഓഫീസിലും പോണം. GCC കൺട്രീസിലെല്ലാം ഇവിടുത്തെ ഈ വാർ ഒന്ന് അണയ്ക്കാൻ നോക്കുമ്പോ നാട്ടില് കത്തിച്ചോണ്ടിരിക്കുവല്ലേ, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമുക്ക് ഈ കോൾ ആയിട്ടൊക്കെ വരുന്നത്. എനിക്ക് ശരിക്കും ഇവിടെ നടക്കുന്ന വാർ ഓർത്തിട്ടല്ല, നാട്ടിലെ അപ്പനും അമ്മയും TV കൂടെ ഓരോന്ന് കേട്ടിട്ട് അപ്പൊ തന്നെ ഫോണിൽ വിളിച്ചു ചോദിക്കും, മോനെ അവിടെ ഓക്കെ അല്ലേ, സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ, ഞങ്ങൾ എല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ചോളാം. ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ആവുന്നത്. ഓരോ മാധ്യമ പ്രവർത്തകരെയും അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. വായിക്കാൻ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്തണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അപ്ഡേറ്റഡ് ആയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ മാധ്യമ ധർമ്മം. പക്ഷെ അവതരണ ശൈലിയിൽ കുറച്ച് മാറ്റം വരുത്തുവാണെങ്കിൽ ഇവിടെയുള്ള ഞങ്ങൾക്കല്ല, നാട്ടിൽ അത് കേൾക്കുന്ന ആളുകൾക്ക് കുറച്ച് ആശ്വാസമായിരിക്കും. ഈ ഒരു വാർ സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ട് ഓരോ മണിക്കൂർ ഓടുമ്പോൾ നാട്ടിൽ നിന്ന് കോള് വരും. അവസാനം എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ തന്നെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തോളാം, നിങ്ങൾ ആരും ന്യൂസ് കാണണ്ടെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർ വിചാരിക്കുന്നത് ഇവിടെ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മൾ അവര് വിഷമിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ്. നാളത്തെ കാര്യം എനിക്കറിയില്ല. ഈ നിമിഷം വരെ ഈ കൺട്രിയിൽ ഞാൻ സേഫ് ആണ്. TRP റേറ്റിംഗ് നോക്കാതെ നാട്ടിലെ ന്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് കൊടുത്ത് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതാണ് പ്രവാസിയായിട്ടുള്ള ഞങ്ങളും നാട്ടിലുള്ള ജനങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഏത് കൺട്രിയിലാണോ നിൽക്കുന്നത് അവിടുത്തെ ഒഫീഷ്യൽ അനൗൺസ്മെന്റുകളും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ കറന്റ് അപ്ഡേറ്റുകളും മാത്രം ഫോളോ ചെയ്താൽ മതി. 2 ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. ഒന്ന് പുറത്തിറങ്ങാൻ നോക്കിയിരിക്കുവായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫോളോ ചെയ്താൽ വീണ്ടും കാണാം. ബൈ ബൈ.